ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിനി ഗെയിമിംഗ് വൈറ്റി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, നമ്മൾ പുതിയൊരു സർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവറിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ കാണിച്ചു തരാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അന്തേരി പൂലി പേരച്ചൊന്ന അടി നെഞ്ചിലെ അജുബായ് വന്ന കണ്ണാല പാട്ടാളി. അപ്പോൾ ഗൈസ്, നമ്മുടെ സർവറിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ EMRP എന്നാണ്, എംപയർ മല്ലു റോൾ പ്ലേ എന്നാണ്. അപ്പോൾ നമ്മുടെ സർവറിൽ കുറേ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഞാൻ ഇതിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, മാളിൽ പോയതിനു ശേഷം 24x7 ഷോപ്പ് പോയിട്ട് ഐഫോൺ അല്ലെങ്കിൽ സാധാ ഫോൺ, അതിൽ രണ്ട് ഫോൺ ഉണ്ട്, രണ്ട് ഫോൺ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾ വാങ്ങിയതിനു ശേഷം നിങ്ങൾ /iPhone എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫോണിന്റെ ഇന്റർഫേസ് നിങ്ങൾക്ക് വരും. ഗൈസ്, ഇനി നമ്മൾ ഏത് ആപ്പ് എടുത്താലും, ഇപ്പോൾ പേപ്പാൽ എടുത്താലും ട്വിറ്റർ എടുത്താലും അതുപോലെ തന്നെ സ്പോട്ടിഫൈ, ഗൂഗിൾ മാപ്പ്, OLX, അങ്ങനെ ഇന്റർനെറ്റ് വേണ്ട ഏത് ആപ്പ് എടുത്താലും എറർ നോ ഇന്റർനെറ്റ് എന്നേ കാണിക്കത്തുള്ളൂ. അപ്പം അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ആ ബ്ലാക്ക് ഇത് കണ്ടല്ലോ, 6ാമത്തെ ഓപ്ഷൻ, അതിൽ പോയിട്ട് ഇന്റർനെറ്റ് ഓൺ ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് ഇതിലെ ഓപ്ഷൻസ് ആണ് എയറോപ്ലെയിൻ മോഡ്, ഇന്റർനെറ്റ്, വൈഫൈ, ഹോട്ട്സ്പോട്ട്, പിന്നെ എബോട്ട് കാരണം ഫോണിന്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കിയാണ്ട് നമ്മൾ എന്തൊക്കെ ഇതാക്കിയാലും, ഇപ്പോൾ ഇന്റർനെറ്റ് ഓൺ ആക്കാൻ നോക്കിയാലും റെഡി ആവത്തില്ല, കാരണം ഇൻ റിയൽ ലൈഫിൽ അങ്ങനെ ആണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ അപ്പോൾ ഗൈസ്, നിങ്ങൾ നേരെ നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം, ഇന്റർനെറ്റ് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾ നേരെ പേപ്പാൽ പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, പേപ്പാൽ പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം റീചാർജ് ചെയ്യാനുള്ള 3 ഇതുണ്ട്, 3 ഈ നെറ്റിൻ്റെ ഇതുണ്ട്, എയർടെൽ, VI, പിന്നെ അതുപോലെ തന്നെ ജിയോ. അതിൽ നിങ്ങൾക്ക് വേണ്ട സിം എടുത്തതിന് ശേഷം അതിൽ തന്നെ ഉണ്ടാവും ഓപ്ഷൻസ്. പിന്നെ നിങ്ങളിപ്പം പിന്നെ ഏത് ആപ്പ് എടുത്താലും, ഇന്റർനെറ്റ് വേണ്ട ഏത് ആപ്പ് എടുത്താലും നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ആവുന്നതായിരിക്കും. അല്ലാണ്ട് മറ്റേ നെറ്റ് ഓൺ ആക്കാതെ, ഇന്റർനെറ്റ് ഓൺ ആക്കാതാണ് നിങ്ങൾ ഇത് ആപ്പ് ഓപ്പൺ ആക്കുന്നെങ്കിൽ എറർ നോ ഇന്റർനെറ്റ് എന്നേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതിൽ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ കോളിംഗ് സിസ്റ്റം കിട്ടില്ലാനാക്കി. നമ്മൾ GT5 എങ്ങനെയാണ് കോൾ ചെയ്തത് അതേമാതിരി ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇതിലിപ്പോൾ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മറ്റേ കോൾ ചെയ്യാൻ നമ്പർ എങ്ങനെയാണ് ഫോണിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുക, അതുപോലെയാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഈ സർവറിൽ. ഗൈസ്, ഇനി വരുന്ന അപ്ഡേഷനിൽ കുറേ ഫീച്ചേഴ്സ് ഇനിയും ഇതിൽ ആഡ് ആവുന്നുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ്, നേരത്തെ പറഞ്ഞ വൈഫൈ ആൻഡ് ഹോട്ട്സ്പോട്ട്, അത് നമ്മൾ കമ്മിങ് സൂൺ ആണ്. ബട്ട് വരുന്ന അപ്ഡേഷനിൽ എന്തായാലും അത് നമ്മൾ കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലിപ്പോൾ ഒരു ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സർവറിന്റെ DC സർവറിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഓഫർ ഇട്ടിട്ടുണ്ട്. വരുന്ന എല്ലാവർക്കും നമ്മൾ ടൈം വെക്കുന്നുണ്ട്, ഒരു 1 or 2 months. ആ മന്ത്സ് വരെ ജോയിൻ ആവണ എല്ലാവർക്കും ഫ്രീ VIP ഉണ്ട്. പിന്നെ ഗ്യാങ് തുടങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ട് GH ആഡ് ചെയ്ത് കൊടുക്കും. അവർ GH ഫയൽ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് GH ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറച്ച് ഓഫേഴ്സ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറേ ഓഫേഴ്സ് നമ്മൾ നടത്താൻ പോകുന്നുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ പ്രോഗ്രാംസ്, ഈ സർവറിൽ പ്രോഗ്രാംസ് നടത്തണമെന്നോ അല്ലെങ്കിൽ ഇവന്റ്സ് നടത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രോഗ്രാമിനുള്ള മാപ്പ് ഉണ്ടെങ്കിൽ അവരത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. അത് എത്ര ഒബ്ജക്റ്റ് ആയി സർവറിന് താങ്ങാൻ കഴിയുന്ന അത്രയും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ആയിട്ട് അത് ആഡ് ചെയ്ത് തരികയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ സഹായം വേണോ അതൊക്കെ അഡ്മിൻസ് നിങ്ങൾ കൂടെ നിന്ന് ചെയ്തു തരും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.